കർത്താവിന്റെ അതിവരസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ യേശു പഠിപ്പിച്ച ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു മാതൃകാ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഒരു കൂട്ടം ആളുകൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചൊല്ലരുതെന്നല്ല, പ്രാർത്ഥിക്കരുത്, പറയുന്ന കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, മത്തായി സുവിശേഷം 6:9 നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന എന്നല്ലാതെ ഇതൊരു കർത്തൃപ്രാർത്ഥനയല്ല. പ്രൈസലോ. കർത്തൃപ്രാർത്ഥന എന്നറിയപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷം 17 യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥന അഥവാ കർത്തൃപ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ 11:1-4 ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന ശിഷ്യന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ഈ മാതൃകാ പ്രാർത്ഥന യേശു അവർക്ക് പറഞ്ഞു കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവ് കൊടുത്ത മാതൃകാ പ്രാർത്ഥന ഒരാൾ അങ്ങനെ തന്നെ ഉരുവിട്ടാൽ അതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സ്തോത്രം, അപ്പോസ്തലന്മാർ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥന ചൊല്ലിയതായിട്ട് കാണുന്നില്ല. അപ്പോസ്തലന്മാർ പിന്നീട് യേശുവിന്റെ ശിഷ്യന്മാർ അതേപോലെ തന്നെ പ്രാർത്ഥന ചൊല്ലിയതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഹല്ലേലൂയ. അതിനൊരു സൂചന പോലും നൽകിയിട്ടില്ല. ഈ പ്രാർത്ഥനയിലെ വാക്കുകളും അതിൽ നിന്നുള്ള പാഠങ്ങളും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ. അപ്പൊ അപ്പോസ്തലന്മാരുടെ കാലഘട്ടമായപ്പോൾ സഭയ്ക്ക് ഉപദേശം ദൈവം തന്നപ്പോൾ, സഭയ്ക്ക് അടിസ്ഥാന പ്രമാണങ്ങൾ തന്നപ്പോൾ, യേശു മാതൃകാ പ്രാർത്ഥനയായി പഠിപ്പിച്ച പ്രാർത്ഥനയെ അവർ ഉൾക്കൊണ്ടുകൊണ്ട്, ശിഷ്യന്മാർ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാൻ തുടങ്ങി. അപ്പൊ ലേഖനങ്ങളൊക്കെ വായിച്ചതാ കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി അറിയിക്കുമ്പോഴാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്ന് പറയുന്നത്. കാരണം മനുഷ്യൻ എപ്പോഴും പലവിധ ആവശ്യങ്ങളാണ്, പലവിധമായ പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധികൾ അറിയുമ്പോൾ പ്രാർത്ഥനയാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7 യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, യാചിക്കുന്ന ഏവൻ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറക്കപ്പെടുന്നു. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തിൽ വെച്ച് യാചിക്കണം സ്തോത്രത്തോടെ. അപ്പൊ അപ്പോസ്തലന്മാർ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ തുറമാനമായിട്ട് ചൊല്ലിയതായിട്ട് കാണുന്നില്ല. ഈ പ്രാർത്ഥനയെ അവർ ഉൾക്കൊണ്ടുകൊണ്ട്, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെ അവർ മാതൃകയാക്കിക്കൊണ്ട് ആവശ്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ്. ഇപ്പോൾ ഇസ്രായേൽ ഇറാഖ് തമ്മിലുള്ള യുദ്ധം, അതിനിടയിൽ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഒന്നിച്ചേരുന്നു. റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു. ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ദാരിദ്ര്യങ്ങൾ, ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും ഒക്കെ പെരുകിയ, വലിയ വൈറസുകൾ പെരുകുന്നു, കൊറോണ ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുക. മനുഷ്യ മനസ്സുകൾക്ക് സമാധാനമില്ലാതെ ഇരിക്കുമ്പോൾ നാം നമ്മുടെ ആവശ്യങ്ങളെ നാം സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിച്ച് കർത്താവ് കാണിച്ചെന്ന മാതൃക പ്രാർത്ഥനയിൽ നമ്മൾ ആ ഒരു രീതിയിൽ കൂടെ കാണണം. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്നൊക്കെ പറഞ്ഞ് അത് തന്നെ ചൊല്ലുന്നവരും തങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ പറയാതെ അവർ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും കത്തിച്ച് തിരികത്തിച്ച് മല കയറി ഇറങ്ങി ഒക്കെ പോകുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ യേശു പഠിപ്പിച്ച മാതൃക പ്രാർത്ഥനയോട് ചേർത്ത് അവർ ഒന്നുകൂടെ പഠിപ്പിച്ചു, പരിശുദ്ധ ഞങ്ങളുടെ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾ ക്ഷമിക്കണമേ. അത് കത്തോലിക്ക സഭ കൊണ്ടുവന്നതാണ് ആ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. വേദപുസ്തകത്തിലൊരിക്കലും പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുവാനും യേശുവിന്റെ അമ്മയായ മറിയത്തോട് പ്രാർത്ഥിക്കുവാനും, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്നും സൗഖ്യം നടക്കുമെന്നും അപ്പോസ്തലന്മാരുടെ ഒരു ശുശ്രൂഷയിലുമില്ല, ആദിമ സഭയിലില്ല. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരു സൂചന പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ക്രൈസ്തവ സഭ അത് ഇന്നും കൊണ്ട് നടക്കുക. ഞാനും ക്രൈസ്തവ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്കും അങ്ങനത്തെ ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെ ഞങ്ങളെല്ലാം വീട്ടിൽ സ്വർഗസ്നായ പിതാവ് ഞങ്ങൾ ചൊല്ലി, ഞങ്ങൾക്ക് അതേ അറിയുള്ളൂ. അത് ചൊല്ലിയിട്ട് പാവികളായ ഞങ്ങൾക്ക് ഈ മറിയോട് പ്രാർത്ഥിക്കും.
എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിന്റെ അമ്മയായ മറിയെ ഞങ്ങൾ ഒരിക്കലും തള്ളിപ്പറയത്തില്ല, ഞങ്ങൾ നിഷേധിക്കുന്നു. ഞങ്ങൾ അവരെ ബഹുമാനിക്കുക തന്നെ ചെയ്തു. യേശുവിന്റെ അമ്മ എന്നുള്ള നിലയിൽ ഞങ്ങൾ അവർക്ക് വളരെ ആദരവും ബഹുമാനവും കൊടുക്കുന്ന ആളുകളാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് തന്റെ ജനത്തിന് പാപപരിഹാരം കൊടുക്കുവാൻ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ തെരഞ്ഞെടുത്ത മറിയ പരിശുദ്ധ തന്നെയാ. ലേലിയ, അതിനകത്തൊരു തർക്കവുമില്ല. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ജനത്തിന് ശേഷം യേശുവിന്റെ ശുശ്രൂഷയുടെ കാലപരിധികൾ കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ ശുശ്രൂഷ അവസാനിച്ചപ്പോൾ, യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ആമി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം യേശുവിന്റെ അമ്മയായ മറിയും ആമി അപ്പോസ്തലന്മാരും കൂടി, അങ്ങനെ അവർ 120 പേരടങ്ങുന്ന സംഘം ഒന്നിച്ച് മർക്കോസിന്റെ മാളികപ്പുറയിൽ പ്രാർത്ഥിച്ചുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം വായിച്ചവരും കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ കഴിയുമ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടി ഇത് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ യേശുവിന്റെ അമ്മയായ മറി അവിടെ അല്ലേ? ശിഷ്യന്മാരാരോടും മറിയോട് പ്രാർത്ഥിച്ചിട്ടില്ല. ആ കൂട്ടത്തിലും ശിഷ്യന്മാരും ആരും മറിയോട് പ്രാർത്ഥിച്ചില്ല. യേശുവിന്റെ അമ്മയെ മറിയ ആ കൂട്ടത്തിലുണ്ടല്ലോ. എന്നാൽ മറിയോടല്ല മറിയ അടക്കം, യേശുവിന്റെ അമ്മയെ അടക്കം പ്രാർത്ഥിച്ചത് സ്വർഗസ്ഥനായ പിതാവിനോടാ, യേശു കർത്താവിനോടാ. ആ ഒരു സുബോധമാണ് ക്രൈസ്തവ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ അപ്പോസ്തലന്മാരെല്ലാം മരിച്ച കൂട്ടത്തിൽ, രക്തസാക്ഷികളായ കൂട്ടത്തിൽ യേശുവിന്റെ അമ്മയും മരിച്ചു എന്നുള്ളതാണ്. യേശുവിന്റെ അമ്മ രക്തസാക്ഷിയായെന്ന് പറഞ്ഞിട്ടില്ല, യേശുവിന്റെ അമ്മ മരിച്ചു. യേശുവിന്റെ അമ്മയായ മറിയെ മരിച്ച് വിശുദ്ധന്മാരെ അടക്കിയതുപോലെ നല്ലൊരു അടക്കം കൊടുത്ത് യേശുവിന്റെ അമ്മ ഇന്ന് കല്ലറയിൽ വിശ്രമിക്കുകയാണ്. കല്ലറകളിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാരോടൊപ്പം യേശുക്രിസ്തുവിന്റെ അമ്മയും കല്ലറയിൽ വിശ്രമിക്കുന്നു, നിദ്ര കൊള്ളുകയാണ്. ആ നിദ്ര ദൈവം ഉണർത്തും. ആ യേശുക്രിസ്തുവിന്റെ അമ്മ മറിയ കല്ലറയിൽ നിദ്ര കൊള്ളുന്നു, ഉറങ്ങുന്നു, വിശ്രമിക്കുമ്പോഴാണ് യേശുവിന്റെ അമ്മയായ മറിയ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്ന് ക്രൈസ്തവ സഭ പഠിപ്പിച്ചത്. ഞങ്ങളും ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഒരിക്കലും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, തിരുവെഴുത്തിൽ അതിനെക്കുറിച്ച് ഒരു സൂചനയുമില്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് 120 സ്ഥലത്ത് പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ യേശുവിന്റെ അമ്മ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പിന്നെ വേദപുസ്തകത്തിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പ്രേക്ഷകരോട് അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അമ്മ എവിടെയുണ്ട്? കല്ലറയിൽ വിശ്രമിക്കുന്നു. ഇനിയും മരിച്ച വിശുദ്ധന്മാരെല്ലാം ഉയർക്കുന്ന കൂട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയയ്ക്കും ഒരു ഉയർപ്പുണ്ട്. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ മരിച്ച വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ അമ്മയും ഉയർത്തെഴുന്നേക്കും. അവിടെയാണ് യേശുക്രിസ്തുവിന്റെ അമ്മയുടെ ഉയർപ്പ് കേട്ടോ. ഇതുവരെ ഉയർത്തെഴുന്നേറ്റില്ല. നിങ്ങൾ തെറ്റായ ചിന്തകളിലൂടെ പഠിക്കരുത്, നിങ്ങൾ ആ രീതിയിലൂടെ പോകരുത്. പ്രാർത്ഥിക്കുന്നത് യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയോടല്ല. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയോട് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇടയ്ക്കൊരു മധ്യസ്ഥ യേശുവിന്റെ അമ്മയെ കൊണ്ട് നിർത്തരുത്. അത് പാപമാണ്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും വേദപുസ്തകത്തിൽ നിങ്ങൾ തെളിവ് തരണം. അല്ലെങ്കിൽ നിങ്ങളിനി എന്തെല്ലാം എന്നെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ക്രൈസ്തവ സമയം പള്ളിയിലായിരുന്നല്ലോ. അതിൽ നമ്മൾ പെന്തക്കോസ്തിലേക്ക് വന്നതും വിശ്വാസ പ്രമാണം ഹൃദയം കൊണ്ട് സ്വീകരിച്ചതും യേശുവാണ് ദൈവമെന്ന് തിരിച്ചറിഞ്ഞതും എൻ്റെ കഴിഞ്ഞ കാലം ഞാൻ ഉരുവിട്ടിരുന്ന പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്തി യേശു കാണിച്ചു തന്ന മാതൃകപ്രകാരം ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഞാൻ പറയാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ഈ പ്രാർത്ഥനയിലെ വാക്കുകളും അതിൽ നിന്നുള്ള അല്ലെങ്കിൽ പഠനങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. യേശു പഠിപ്പിച്ച മാതൃക പ്രാർത്ഥനയും. ഹല്ലേലൂയ. പിതാവേ എന്ന ദൈവത്തെ സംബോധന ചെയ്തുകൊണ്ടാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അതൊരു ക്രിസ്ത്യാനിയുടെ വിശേഷ അവകാശമാണ്. സ്വർഗസ്നായ പിതാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠതയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം കർത്താവിനെ വിശ്വസിക്കുന്ന എല്ലാവരും കർത്താവിനെ രാജാവായും നാം അവന്റെ സേവകനായും, കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിനെ അതിരാജാവായും നമ്മൾ അവനെ സേവിക്കുന്നവരായും, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തൊരു അടിസ്ഥാനമുണ്ട്. ഹല്ലേലൂയ. ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും വേണം. അതിനെ തുടർന്ന് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കണം. അതിനെ തുടർന്നാണ് ഇവിടെ ആവശ്യങ്ങൾ സമർപ്പിക്കണമെന്ന്
അമേലിയ സോദരൻ പൗലോസ് തന്റെ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ലോർഡ്. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ച് പഠിക്കണം. അല്ലേലിയ. ഇതറിയാത്ത പലരും ഉണ്ടെന്നേ. അല്ലേലിയ. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനാൽ നാം മുദ്രയിടപ്പെട്ടവരും, നാം അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരും. അല്ലേലിയ. നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ വ്യക്തിപരമായി ഇത് പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബത്തിന് പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥന, നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥനയിൽ കർത്താവേ നിന്റെ രാജ്യം വരണമേ, ഞങ്ങളുടെ ദേശത്ത് സമാധാനം വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. കാരണം നമ്മുടെ രാജ്യം ഇപ്പൊ അത്രമാത്രം അധോഗതിയിലൂടെ കടന്നു പോവുകയാണ്. അല്ലേലൂയ. ഇപ്പം കണ്ടില്ലല്ലോ കേരളത്തിലെ വിഷയങ്ങൾ കണ്ടില്ലേ? കേരളത്തിലെ 3.25 കോടി വരുന്ന ജനത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളല്ല വിഷയം. വലിയ കാലവർഷം പെയ്തുകൊണ്ടിരിക്കുക. ജനം വളരെ ദുരിതത്തിലാണ്, ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും, ചില സ്ഥലം വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങളിൽ വളരെ കഷ്ടതയിലാണ്. അല്ലേലൂയ. സ്തോത്രം. അങ്ങനെ മലമുകളിൽ താമസിക്കുന്ന, മലയുടെ അടിവാരത്തും പുഴയോരത്തും ഒക്കെ താമസിക്കുന്ന അനവധി ആളുകളുടെ ജീവനെ കുറിച്ച് വളരെ ഭയത്തിലാണ്. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി എന്താ? കഷ്ടം സഹിക്കുന്ന ജനത്തിനു വേണ്ടി അവർ ത്യാഗം സഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല പ്രിയരെ. രാഷ്ട്രീയം കാപട്യമാണ്. അത് വെറും ഒരു തീവ്രവാദമാണ്. അത് മനുഷ്യനെ വഞ്ചിക്കുന്നതാണ്, മനുഷ്യനെ പറ്റിക്കുന്ന ഒരു തന്ത്രമാണ്. ഇപ്പോൾ കേരളത്തിന്റെ സ്ഥിതി എല്ലാവരും നിലമ്പൂരാണ്. കേരളത്തിലെ സകല രാഷ്ട്രീയ നേതാക്കന്മാരും നിലമ്പൂരാണ്. എന്താണ് നിലമ്പൂര്? നിലമ്പൂര് രാജിവെച്ച അൻവറിനെ ആമയ്ക്കെതിരെ പോരാട്ടമാണ്. അവിടെ LDFും UDFും BJPയും എല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അവർക്കിപ്പോ അവിടെയാണ് പ്രശ്നം. സ്ഥാനമാനങ്ങളും അധികാരങ്ങളും എങ്ങനെയെങ്കിലും UDF ആ മണ്ഡലം ജയിപ്പിക്കണമെന്ന് ഉള്ള ചിന്തയിൽ രാഷ്ട്രീയക്കാരവിടെ ജനത്തിന്റെ കൂടെ അല്ല കേട്ടോ. അവർക്ക് അധികാരമാണ്. അധികാരദാഹികൾ, അധികാരമോഹികൾ, അധികാരത്തിനു വേണ്ടി എന്ത് കുതന്ത്രങ്ങളും തന്ത്രങ്ങളും മന്ത്രങ്ങളും മെനയുന്നവർ. ഈശ്വരോ. ജനത്തിന്റെ പ്രശ്നം അവർക്കല്ല, ജനത്തിന്റെ പ്രശ്നം അവർക്കില്ല. അല്ലേല് അവരെല്ലാം അങ്ങനെ, രാഷ്ട്രീയക്കാരങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത് ഞാൻ പറയുന്നത്. അല്ലേലിയ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആമേരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടു. വളരെ മനസ്സു വേദനിപ്പിക്കുന്ന. അല്ലേലിയ. ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾ വായിച്ചോലല്ലേ. അതൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ. എന്നാൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇവിടുത്തെ അവസ്ഥയെ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ജനത്തിന്റെ കഷ്ടത അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അവന്റെ സങ്കടം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അവന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവന്റെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കേരളത്തിന്റെ വിടുതലായി ഈ കാലവർഷം കടന്നു പോകുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവമക്കളാണ്. ക്രൈസ്തവ സമൂഹമാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മത്സരം കൊണ്ടല്ല കേരളം നിലനിൽക്കുന്നത്, രാജ്യം നിലനിൽക്കുന്നത്, രാഷ്ട്രം നിലനിൽക്കുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്, പ്രാർത്ഥനയ്ക്ക് ദൈവം കരുണ കാണിക്കുന്നത് കൊണ്ടാണ്. പ്രവീശനോ. അല്ലേലി. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഭരണ സംവിധാനങ്ങളിൽ ഇരിക്കുന്നവരിൽ കൂടെ നിങ്ങൾക്ക് ഒരിക്കലും നന്മ കിട്ടുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. ഭരണങ്ങളെല്ലാം തന്ത്രങ്ങളാണ്. അവർക്ക് അവരുടെ കീശ വീർപ്പിക്കണം, അവരുടെ ബന്ധുമിത്രാദികൾക്ക് നല്ല ജോലി കൊടുക്കണം, അവർക്ക് നല്ല നല്ല പൊസിഷനുകൾ അവരെ ആക്കണം. അതിന്റെ മറവിൽ കോടികൾ സമ്പാദിച്ച് മറ്റ് സംസ്ഥാനങ്ങൾക്കകത്ത് ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിക്കൂട്ടി ഓറഞ്ച് കൃഷി, മുന്തിരി കൃഷി, ആപ്പിൾ കൃഷി എന്നുവേണ്ട വിവിധ കൃഷികൾ ഒക്കെ ചെയ്യണം. എന്നിട്ട് ഒരു പുറത്ത് വെള്ളം തിരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം കറ പുരളാത്ത, അല്ലേരി സത്യസന്ധന എന്ന് പറയുന്ന ആട്ടും തോലടിഞ്ഞ ചെന്നായ്ക്കള സ്വഭാവമുള്ളവരാ. പ്രൈസലോ. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലേരിയ. ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മൂന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള ആശങ്കയിൽ മനുഷ്യൻ വളരെ ഭാരത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുന്ന യുദ്ധം മുഖാന്തരം ഇരു രാജ്യങ്ങൾക്കകത്തും വളരെ ജനം നശിച്ചു, മരണപ്പെട്ടു. അതൊക്കെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തു കാണിച്ചത് മാതൃക പ്രാർത്ഥന നിങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ, രാഷ്ട്രങ്ങളെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹോദര സൂര്യ നിനക്ക് കഴിയുന്നുണ്ടോ? അതോ ഇന്നും നീ എന്നും ചൊല്ലുന്നത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. നിങ്ങൾ എന്നും ചൊല്ലുന്നത് ചൊല്ലിക്കൊണ്ട്. ആമേൻ. അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊന്നും വേദപുസ്തകം പറയുന്നതല്ല. ആമേൻ. സ്തോത്രം. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ കൊന്ത നമസ്കാരം, ആമേലെ പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ട്, ക്രൈസ്തവ സഭയ്ക്കുണ്ട്. ഹല്ലേലൂയ.
അതുപോലെ മറ്റെല്ലാ സമുദായങ്ങളും ഈ കൊന്തമാലയൊക്കെ അവരുടെ കയ്യിലുണ്ട്. അത് സന്യാസികളിലും ഉണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല. കൊന്ത നമസ്കാരം, കൊന്ത ഉരുട്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. അങ്ങനെ വേദപുസ്തകം പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ചെയ്തു, എൻ്റെ മാതാപിതാക്കൾ ചെയ്ത് കണ്ടുപിടിച്ചത്. പക്ഷേ ഞാനൊക്കെ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഞങ്ങൾക്കൊക്കെ സുബോധം കിട്ടി, ഞങ്ങൾ കർത്താവായ യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശുക്രിസ്തുവിന്റെ മക്കളായി മാറിക്കഴിഞ്ഞപ്പോൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തു വെച്ച തെറ്റുകൾ അത് ഞങ്ങളുടെ മേൽ പാപമാണ്, ശാപമാണെന്ന് അവരോട് പറഞ്ഞ് അവർക്കത് ബോധ്യം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ സുബോധം വന്നു. സുബോധം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ പഴയതിനെയൊക്കെ അങ്ങ് മാറ്റിവെച്ചു, പുതിയതിനെ ഏറ്റെടുത്തു. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശിഷ്യന്മാർ അലുയ ചെയ്തതുപോലെ ചെയ്യുവാൻ തുടങ്ങി. ആവശ്യങ്ങളെ സ്തോത്രത്തോടെ പറയാൻ തുടങ്ങി. അവർ ദൈവമഹത്വം കണ്ടു. നല്ല വിശ്രമം, വലിയ നല്ല അവസാനം അവരുടെ മരണമൊക്കെ നല്ലതായിട്ട് ഇന്നവർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കണം, നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് ആത്മഭാരമാണ് ആവശ്യം. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങൾ, കോടാനുകൂടി ജനങ്ങൾ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങൾ കണ്ണുനീരിന്റെ നടുവില, മരണത്തിന്റെ നടുവില. പ്രഭാതം കാണാൻ കഴിയുമെന്ന് പലർക്കും അറിയില്ല. പ്രൈസലോ. ഏത് സമയത്താണ് മിസൈലുകൾ വരുന്ന, ബോംബുകൾ വരുന്നത്, ഏത് സമയത്താണ് ആക്രമണം ഉണ്ടാകുന്ന ആർക്കും അറിയത്തില്ല. വൈകിട്ട് കിടന്നുറങ്ങിയോ പ്രഭാതത്തിൽ എഴുതേക്കോ ഇല്ലയോ എന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ വിവിധ രാജ്യങ്ങൾക്കകത്ത് വിവിധ നിലകളിൽ പ്രതിസന്ധികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. എന്താണ് പ്രാർത്ഥന എന്ന് തിരിച്ചറിയ, പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കുക, പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടാകണം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്താണെന്ന് അറിയണം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളെ പഠിപ്പിക്കുക നിങ്ങൾ ചിന്തിക്കരുത്, പക്ഷെ നിങ്ങൾ പഠിച്ചേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്തും ഒരുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഒരു ദിവസം ലോകത്തിലുള്ള സകല സാമ്രാജ്യങ്ങളിൽ, സകല അധികാരങ്ങളിൽ, സകല ജീവജാലങ്ങളിൽ ദൈവത്തിന്റെ സൃഷ്ടിയെ നാം കാണുമ്പോൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രകൃതി രമണീയമായ ഈ സാഹചര്യങ്ങൾ, ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന സകലത്തെയും നാം കണ്ടുകൊണ്ട്, സകലത്തിനും ജീവൻ കൊടുക്കുന്ന, ശ്വാസം കൊടുക്കുന്ന, സകലത്തിനും തീ കൊടുക്കുന്ന, സകലത്തിന്മേൽ അധികാരമുള്ള, സകലത്തെ നിയന്ത്രിക്കുന്ന അധികാരമുള്ള കർത്താവിന്റെ മഹത്വത്തെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ചിലർ പ്രാർത്ഥിക്കുന്ന അവരുടെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല. ചിലർ പ്രാർത്ഥന അവരുടെ വീട്ടിൽ അവരുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ വിദേശത്തായിരിക്കും. വീട് കിട്ടണം, കാറ് കിട്ടണം, നല്ല ജോലി കിട്ടണം, പ്രൊമോഷൻ കിട്ടണം, ഉയർച്ച കിട്ടണം, സാലറി കൂട്ടി കിട്ടണം, അല്ലെങ്കിൽ സഹോദരങ്ങൾ അനുഗ്രഹിക്കണം. ചില സഹോദരങ്ങൾക്ക് നശിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥന. ഞങ്ങൾ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാ ചിലര് അവരുടെ ആവശ്യങ്ങൾ മാത്രം. കോഴി ചകഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ ചെല്ലങ്ങ് പ്രാർത്ഥിക്കും. കോഴി ചകഞ്ഞ് മറ്റാർക്കും കൊടുത്ത് തന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് മാത്രമേ നിങ്ങൾ ചകഞ്ഞതിനുള്ളൂ, മറ്റാരും അത് കൊത്താൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാലേ പല പ്രാർത്ഥനകളും. ഹല്ലേലൂയ. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവർക്കും അവരുടെ കുടുംബത്തിനു വേണ്ടി മാത്രമല്ല, ആത്മഭാരമാണ്. കോടാനുകൂടി ജനങ്ങളുടെ നാശം കാണുമ്പോൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ, അവരുടെ നിത്യജീവൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് നിത്യ നരകത്തിലേക്ക്, പാതാളത്തിലേക്ക് അവർ പോകുന്നത് കാണുമ്പോൾ അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. മറ്റൊരാൾ നന്മയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മാതാവ്, പിതാവ്, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ നല്ലൊരു സ്തോത്രം. നമ്മൾ ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച് ദൈവ മക്കളെന്നുള്ള അധികാരത്തോടെ, അവകാശത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ മഹത്വം നമ്മുടെ പ്രാർത്ഥന വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ സ്വർഗം ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്നല്ല. ഹല്ലേലൂയ. ഇപ്പോൾ സ്വർഗത്തിൽ കോടാനുകൂടി ദൂതന്മാരും കെരൂബുകളും സാറാഫുകളും കോടാനുകൂടി വിശുദ്ധന്മാരും 24 മൂപ്പന്മാരടക്കം ഒന്നിച്ച് അവർ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ ഇവിടെ അങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ ഉണ്ടാകുമല്ല അതിനകത്ത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾ വിശുദ്ധിയോടുകൂടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടും. അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും, ഭൂതശാന്തി ഉണ്ടാകും, രോഗശാന്തി ഉണ്ടാകും, വീരപ്രവർത്തനം ഉണ്ടാകും. ആമേൻ. അങ്ങനെ വിവിധ നിലകളിൽ ശുശ്രൂഷ നടക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആദിമസഭ സുവിശേഷം ഹല്ലേലൂയ പ്രചരിപ്പിച്ചത് കൊണ്ട് വളരെ ഉപദ്രവങ്ങൾ നേരിപ്പെട്ടു. ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയ കൂട്ടത്തിൽ പീലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു.
ഹല്ലേലൂയ. അപ്പോസ്തലർ പ്രവൃത്തി 8 വായിച്ചേക്കാണ്. പീലിപ്പോസ് ചിതറിപ്പോയവരുടെ കൂട്ടത്തിൽ ശമരിയിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. ഉപദ്രവം കൂടിയപ്പോഴും വെറുതെ ഇരിക്കുകയല്ല, ഒളിച്ചുകൂടുകയല്ല, ഇത് ശമരിയിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും നടന്ന് രോഗികൾ സൗഖ്യം പ്രാപിച്ചു, പക്ഷപാതക്കാരൊക്കെ വിടത്തിൽ സൗഖ്യം പ്രാപിച്ചു. ആ പട്ടണത്തിൽ വലിയ മഹാസന്തോഷം, ആ ശമരിയിൽ മഹാസന്തോഷം ഉണ്ടായെന്ന എന്ന് പറഞ്ഞ പീലിപ്പോസിന്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പരിശുദ്ധാത്മാവുള്ള പീലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സുവിശേഷം പറഞ്ഞപ്പോൾ ദൈവരാജ്യത്തിന്റെ മഹത്വമാണ് അവിടെ ഇറങ്ങി വന്നത്. നിന്റെ രാജ്യം വരണമെന്ന് പറഞ്ഞില്ലേ? അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും നടന്നു, രോഗികൾ സൗഖ്യം പ്രാപിച്ചു, പക്ഷപാതക്കാരും മുടത്തിൽ സൗഖ്യം പ്രാപിച്ചു. പല വീര്യപ്രവർത്തനം നടന്നു. അവിടെ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങനെ കേട്ടോ. ഹല്ലേലൂയ. രക്തം ചെയ്യാം. അല്ല നമ്മൾ ഞാൻ എനിക്കെന്നൊക്കെയുള്ള ആ സ്വയത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വിട്ടിട്ട് മടങ്ങി വരണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, ദൈവം നിന്നെ മാതൃകാ പ്രാർത്ഥന പഠിപ്പിച്ചത് നീ ദേശത്തിനു വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അപ്പം ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ന്യായത്തോടും നീതിയോടും കൂടെ ആധിപത്യം നടത്തുന്ന ദൈവപുത്രൻ ലോകത്തിന്റെ ഭരണാധികാരം ഏറ്റെടുക്കുന്ന ഒരു നാളുണ്ട്. ന്യായത്തോടും നീതിയോടും നിഷ്കളങ്കരും സത്യസന്ധതയോടും കൂടി ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് കോടാനുകൂടി വിശുദ്ധന്മാർ യേശുവിനോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതിനെ 1000 ആണ്ട് വാഴ്ച എന്ന് പറയും. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അപ്പൊ നമ്മുടെ രാജ്യത്തിൽ പലവിധമായ ദുഷ്കർമ്മങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൽ ദുഷ്കർമ്മങ്ങൾ പെരുകുകയാണ്. ഞാൻ എല്ലാ ദിവസവും കൂടെ കൈക്കൂലിയും കൊലപാതകങ്ങളും പിടിച്ചുപറിയും മോഷണവും ബലാത്സംഗവും വേണ്ട ഭവനഭേദനം അടക്കം രാഷ്ട്രീയ കലാപങ്ങൾ, തീവ്രവാദങ്ങൾ, ഭീകരവാദം, വർഗീയത, സകല അശുദ്ധിയുടെ ദുർമാർഗങ്ങളും നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇത് കണ്ട് പെരുകുമ്പോൾ അല്ലയ്യ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും. നിങ്ങളുടെ ഹൃദയം കലങ്ങും. ഇവിടെ കർത്താവിന്റെ രാജ്യം വേഗം വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമായിരിക്കും. ചെല്ലുപറയാൻ പെട്ടെന്ന് അങ്ങ് എടുത്തിട്ട് അങ്ങ് ചെന്നേക്കമായിരുന്നു. ഒരു നല്ല മരണം തന്നെ പെട്ടെന്ന് അങ്ങ് എടുക്കണേ കർത്താവ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനൊന്നും നിന്നെ പെട്ടെന്ന് എടുക്കത്തില്ല സഹോദര സഹോദരി. ദൈവം നിനക്കൊരു ആയുസ് വെച്ചിട്ടുണ്ട്. ആയുസിന്റെ ആ അവസാനം വരും ദൈവം തന്നെ ഭൂമി നിർത്തും. അതിനിടയിൽ നീ അങ്ങ് എടുത്തോണേന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലരും പോയി ആത്മഹത്യ ചെയ്ത് നരകത്തിലേക്ക് പോകുന്നത്. എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ എടുത്തുകൊള്ളണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് ദൈവത്തിന്റെ സമയം താമസിക്കുമ്പോൾ നമ്മൾ മരിക്കുന്നില്ല എന്ന് കാണും പെട്ടെന്ന് പോയി ഇനിയും വേണ്ട എന്ന് പറഞ്ഞ് പലരും ആത്മഹത്യ ചെയ്യും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഹല്ലേലൂയ. നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവസന്നിധി പ്രാർത്ഥിക്കണം. നിനക്ക് സമയമാകുമ്പോൾ ദൈവം മരണം നിനക്ക് ആ സമയത്ത് തരും. ഹല്ലേലൂയ. നമുക്കറിയാം ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ആസ്ട്രേലിയൻ മിനിസ്ട്രിയെ ജീവനോടെ കത്തിച്ചപ്പോൾ ഹല്ലേലൂയ ഈ മൃഗക്കെടുതിക്ക്, മൃഗീയമായ കൊലയ്ക്ക്, മൃഗീയമായ അനുഭവത്തിന് ഒരു അന്ത്യമില്ലേ? കർത്താവിന്റെ സ്നേഹരാജ്യം സ്ഥാപിക്കപ്പെടുകയില്ല എന്ന് ആകാംക്ഷയോടെ ചോദിച്ച പലരുമുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ 2 മക്കളെയും ജീവനോടെ അവരുടെ കാറിലിട്ട് ചുട്ടരിച്ചു കൊന്ന മൃഗത്തിന് സമാനമായ സ്വഭാവമുള്ള കുലപാതകൾ ആ കാലഘട്ടത്തിൽ അവരെ കൊന്നപ്പെട്ടപ്പോൾ നമ്മൾ ചോദിച്ചു, കർത്താവേ ദൈവരാജ്യം വരികയില്ലേ? ഹല്ലേലൂയ. സ്തോത്രം. അത് ദൈവത്തിന് സമയമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണം എപ്പോഴും നമുക്കറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കുവാൻ അവസരമുള്ളൂ. 1-ാം നൂറ്റാണ്ട് തൊട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം തൊട്ട് അനവധി ആളുകൾ രക്തസാക്ഷ്യമായിട്ടുണ്ട്. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തിന്റെ സ്വർഗാരോഹണം ചെയ്ത് ശിഷ്യന്മാർ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. ഹല്ലേലൂയ. തുറന്നിങ്ങോട്ട് അപ്പോസ്തലന്മാരടക്കം ഇന്നുവരെയും അനേകം ആളുകൾ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ടിരിക്കുക. അനേകം ആളുകളെ ഭാരതത്തിൽ അനേകം ആളുകളെ ഭാരതത്തിന്റെ വിവിധ ജയിലുകളിൽ ഹല്ലേലൂയ സ്തോത്രം അടച്ചിരിക്കുക ലോകരാജ്യങ്ങളിൽ. കഴിഞ്ഞ ദിവസം ദേവദാസൻ പറഞ്ഞു നേപ്പാളിൽ ഏതാണ്ട് 30 വർഷമായിരുന്നു. 30 വർഷം തോന്നുന്നു. 30 വർഷമായിട്ട് ഒരു ദേവദാസിന്റെ ജയിലിൽ അടച്ചിരിക്കുക. ജാമ്യം കൊടുക്കത്തില്ല. അവരുടെ പേരിൽ FIR എടുക്കത്തില്ല. FIR ചാർജ് ചെയ്യത്തില്ല. അവർക്കൊരു ഒരു ജാമ്യം എടുക്കാൻ പറ്റത്തില്ല. എന്താണ് അവർക്ക് ചെയ്തത്? ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിച്ചൊരു പാപമായി ഈ ലോകം കാണും. സുവിശേഷം പ്രസംഗിച്ചൊരു പാപമായി ഇവിടുത്തെ മതങ്ങൾ, മത നേതാക്കന്മാരുടെ അധികാരങ്ങൾ, രാഷ്ട്രീയ പ്രതിയോഗികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ, സുവിശേഷത്തെ എതിർക്കുന്നവർ
അതൊരു പാപമാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത് ജയിലടക്കിയ. അത് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോയാലും ഞങ്ങൾക്കൊരു പ്രത്യാശയുള്ള സഹോദര. ഞങ്ങൾ ഈ ലോകത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് നല്ല വിശ്രമം കിട്ടും, നല്ല മരണം കിട്ടും, ഞങ്ങൾ രക്തസാക്ഷിയമായി ജയിലടയ്ക്കപ്പെട്ടാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞല്ലോ. അതിന് നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങൾ ആയുധമെടുത്ത് പോരാടുകയല്ലേ? നിങ്ങൾ രക്തം ചൊരിയിക്കുക. നിങ്ങൾ നിങ്ങളുടെ മതങ്ങളല്ലേ വളർത്തുന്നത്? നിങ്ങൾ നിങ്ങളുടെ മതങ്ങൾ വളർത്തുന്നു. മതത്തിന്റെ പേരിൽ നിങ്ങൾ രാഷ്ട്രീയം വളർത്തുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കടിപിടി കൂട്ടുന്നു. നിങ്ങൾ തീവ്രവാദങ്ങളെ, ഭീകരവാദ വർഗീയവാദങ്ങൾക്ക് അതിനെ താലോലിക്കുന്നു. അതിനെ വളർത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആത്മഭാരമുണ്ടോ സോദാവി? നിങ്ങൾക്ക് ആത്മഭാരമില്ല. നിങ്ങൾക്ക് കൊല്ലാനുള്ള ഭാരമാണുള്ളത്, നശിപ്പിക്കാൻ ഉള്ള ഭാരമാണ്. പക്ഷെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കൊല്ലാനുള്ളതല്ല, നശിപ്പിക്കാനുള്ള രക്തദാഹികളല്ല. കൊന്നുമുടിച്ച് ഞങ്ങളുടെ മതത്തെ വളർത്തുവാൻ, ഞങ്ങളുടെ സംഘടനയെ വളർത്തുവാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, പാപത്തിൽ വീണ് കിടക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ദൗത്യമാണ് കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. മാനസാന്തരപ്പെട്ട് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ആ പ്രാർത്ഥനയ്ക്കകത്ത് നീ ചേരുമ്പോൾ, പങ്കാളിയായി മാറുമ്പോൾ, നിന്റെ ആവശ്യങ്ങൾ നീ സ്തോത്രത്തോട് പറയുമ്പോൾ നിന്റെ കഷ്ടങ്ങൾ മാറാൻ തുടങ്ങും, പ്രതിസന്ധികൾ മാറും, നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും അഴിയും. നിനക്ക് സമാധാനം, സന്തോഷം, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും. നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടിയുണ്ട്. നീ ആത്മഭാരത്തോടെ നിന്റെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് മാതൃക ഉദാഹരണം വേദപുസ്തകത്തിലുണ്ട് കേട്ടോ. മക്കളെ, ഭക്തനായിരുന്ന യോബിന്റെ ജീവിതത്തിനകത്ത് യോബിന്റെ ആടുമാട് കന്നുകാലികൾ, തന്റെ ദാസിദാസന്മാർ, തന്റെ പുത്രന്മാരെല്ലാം മരിച്ചുപോയി. ലേരിയ യോബിന്റെ പുസ്തകങ്ങൾ മാത്രം വായിച്ചു നോക്കിയാണ്. എല്ലാം നഷ്ടപ്പെട്ട യോബിന്റെ ഭാര്യ പറഞ്ഞു, നീ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു, നീയും പോയി മരിച്ചു കളഞ്ഞ, എനിക്ക് ഭർത്താവായിട്ട് വേണ്ട, നീ കുഷ്ഠരോഗിയാണ്, വ്രണം പിടിച്ചവനാണ്, നിന്റെ തൊടാൻ പറ്റത്തിന്റെ ശരീരം മുഴുവൻ പുഴുവാ, നിന്നെ മണക്കുന്നു, ദുർഗന്ധമുണ്ട്, നീ പോയി മരിക്കുക യോബേ എന്നൊക്കെ യോബിനെ കുറ്റപ്പെടുത്തിയിട്ട് യോബ് തിരിച്ച് ദൈവത്തോട് ഒരു പാപവും ചെയ്യാതെ യോബ് പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് പറഞ്ഞ അവളെ നിർത്തിയതേയുള്ളൂ. എന്നാൽ യോബിന്റെ പുസ്തകം 42:10 വന്നപ്പോൾ എന്നത്, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. അവന് നഷ്ടപ്പെട്ടതെല്ലാം 100 ഇരട്ടിയായിട്ട് കൊടുത്തു. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. അതെ, ആത്മഭാരം. യോബിന് ഒരു ആത്മഭാരം, സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥന. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവി, നീ നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കേരളത്തിലെ ജനത്തിന്റെ സഹോദരി സഹോദരന്മാരാ, ഭാരതത്തിലെ ജനത്തിന്റെ സഹോദരി സഹോദരന്മാരാ, ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനങ്ങളുടെ സഹോദരി സഹോദരന്മാരാ. ജാതിയല്ല, മതമല്ല, വർഗമല്ല, വർണ്ണമല്ല, സവർണ്ണനെന്നോ ആവർണ്ണനോ ഒന്നും അല്ല ഇവിടെ വിഷയം. വലിയവനെന്നോ ചെറിയവനെന്നോ പണക്കാരനോ പണമില്ലാത്തവനെന്നോ ഒന്നുമല്ല. വഴിയിൽ കിടക്കുന്ന യാചകൻ തൊട്ട് സകലരും നമ്മുടെ സഹോദരങ്ങളാ. വനാന്തരങ്ങളിൽ താമസിക്കുന്നവരും, ആദിവാസി മേഖലയിലും ട്രൈബൽ മേഖലയിലും ദ്വീപ് മേഖലയിൽ കിടക്കുന്നവരും, ദൈവത്തെ അറിയാത്ത സകലരും നമ്മുടെ സഹോദരങ്ങളാണ്, ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നീ ആത്മഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്വാഭാവി, നിന്നെക്കുള്ള നന്മകൾ മുഴുവൻ ദൈവം നിന്നിലേക്ക് പകരാൻ തുടങ്ങും. നിന്റെ പ്രാർത്ഥനയിലേക്ക് അങ്ങനെ മഹത്വം ഇറങ്ങി വരുന്നത്. അപ്പൊ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ അത്ഭുതങ്ങൾ നടക്കും. നിന്റെ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കുമ്പോൾ ദൈവരാജ്യം നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും. ദൈവരാജ്യം നിന്റെ പ്രാർത്ഥനയിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവരാജ്യത്തിന്റെ മഹത്വം നമ്മൾ കാണുന്നത് കേട്ടോ. ഇപ്പോഴേ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രൈസ്. അതുകൊണ്ട് സകല ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. സകല ജനം. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം നിങ്ങൾ വായിക്കണം. അവിടെ സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മഭാരത്തോടെ നീ പ്രാർത്ഥിക്കുന്ന എപ്പോൾ തുടങ്ങുക, എപ്പോഴാണ് അത് ചെയ്യുക, നീ തുടങ്ങുന്നതെന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പൊട്ടച്ചൊല്ലും, കളിവാക്കും, ചക്രവാക്കും, മുഖസ്ഥിതിയൊക്കെ പറഞ്ഞ് ചീത്തത്തരമൊക്കെ മാറ്റിവെച്ചിട്ട് മനുഷ്യനെ ചിരിപ്പിക്കുന്ന തമാശകളും ഒക്കെ മാറ്റിവെച്ചിട്ട് നീ ദൈവത്തിന്റെ സന്നിധിക്ക് മടങ്ങുക. ഹല്ലേലൂയ. നിനക്ക് ചുറ്റും എത്ര ആയിരങ്ങളാണ് നഷ്ടപ്പെടുന്നത്, രോഗത്താൽ കിടക്കുന്നത്, ഭാരത്താൽ കിടക്കുന്നത്, വ്യാധിയാൽ കിടക്കുന്നത്, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന എത്ര കുടുംബമാണ്, ദാരിദ്ര്യം, എത്രയോ മാതാപിതാക്കൾ കഷ്ടത അനുഭവിക്കുന്നു, എത്രയോ ബന്ധുമിത്രാദികൾ കഷ്ടത അനുഭവിക്കുന്നു. നിന്റെ അടുത്ത കുടുംബത്തിൽ പോലും എത്രയോ രോഗിയായി കിടക്കുന്ന നീ ഓരോ ദിവസവും പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതൊരു നല്ല ശുശ്രൂഷയാ കേട്ടോ. ഹല്ലേലൂയ.
അപ്പം നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമെന്ന് പറഞ്ഞ് നമ്മൾ സ്ഥിരം അതിനകത്ത് ഇരുന്ന് പോകാതെ ആത്മഭാരം ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം അതാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കണം. അപ്പം ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിപ്പോയതുപോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം പറയാണ്, യേശു ശിഷ്യന്മാരെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നിങ്ങളുടെ ചെറിയ പ്രശ്നങ്ങൾ, വലിയ വലിയ പ്രശ്നങ്ങൾ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, തലമുറയെക്കുറിച്ച്, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, നീ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. പലരും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി കാണാതെ വരുമ്പോൾ പലരും ഹൃദയം കലങ്ങിയിട്ട് ജീവിതം ഒടുക്കും. ഹല്ലേലൂയ. യേശു എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇവിടെ യേശു എന്താ, നിങ്ങളുടെ ഹൃദയം കലങ്ങുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് പറയാണ്, എന്നിലും വിശ്വസിപ്പിൻ, ദൈവത്തിലും എന്നിലും കർത്താവായ യേശു ക്രിസ്തുവിലും വിശ്വസിപ്പിൻ, ഞാനും പിതാവ് ഒന്നാ. നിങ്ങൾ എന്നിലും ദൈവത്തിൽ വിശ്വസിക്കാം. മതത്തിൽ വിശ്വസിക്കാനല്ല പറഞ്ഞത്, മതത്തിന്റെ പുരോഹിതന്മാരിൽ വിശ്വസിക്കാനല്ല പറഞ്ഞത്, മത നേതാവിനെ വിശ്വസിക്കാനല്ല, രാഷ്ട്ര നേതാക്കന്മാരെ, ദൈവങ്ങളെ വിശ്വസിക്കാനല്ല പറഞ്ഞത്. ഇവിടെ യേശുവിന്റെ അമ്മയായ മാറിയ അമ്മയായ വിശ്വസിക്കാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് ദൈവത്തിൽ വിശ്വസിപ്പ, എന്നിലും വിശ്വസിപ്പിൻ. അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ആവശ്യങ്ങൾ നീ ദൈവത്തോട് പറയുമ്പോൾ, സ്വതന്ത്രത്തോട് പറയുമ്പോൾ, നിന്റെ ഹൃദയത്തിന്റെ കലക്കങ്ങളെല്ലാം ദൈവം മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 34:18 വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയ നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. സ്വതാവി, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ രക്ഷിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. നീ ദൈവത്തിൽ വിശ്വസിക്കണം. യേശു പറഞ്ഞു ദൈവത്തിൽ വിശ്വസിക്കണം. നിങ്ങൾ പലതിലും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും മറുപടിയില്ല. അവിടെയാണ് നിങ്ങൾ നിരാശപ്പെടുന്നത്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൽ വിശ്വസിക്കും. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും. നമ്മുടെ ആവശ്യങ്ങൾ സ്വതന്ത്രത്തോടെ ദൈവത്തോട് അറിയിക്കും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ നമ്മൾ ആരെയും വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയം, അപ്പൊ ശിഷ്യന്മാർ പറയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. ഞാൻ നിങ്ങളെ വിട്ടു പോകും, ഞാൻ അധികം കാലം നിങ്ങളോട് കൂടെയില്ല. എന്റെ പിതാവിന്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഭൂമിയിൽ മരിച്ചടക്കപ്പെടും, ഉയർത്തി സ്വർഗ്ഗാരോടെ നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോടെ ചെയ്യും. ഞാൻ നിങ്ങളിത് പിരിയുന്ന സമയമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് എന്നോട് കൂടെ നടക്കുന്ന പോലെ അന്ന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. അത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം പുതിയ നിയമത്തെ കുറിച്ച് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, യേശു ക്രിസ്തുവിനുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നിന്റെ രാജ്യം വരയണമേ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം. ആ നാഴികയിൽ അവളും അടുത്ത് ചെന്ന് ദൈവത്തെ സ്തുതിച്ചു, യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ച് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതൊക്കെയും നിവർത്തിച്ച ശേഷം എന്ന് അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറേത്തിലേക്ക് പോയി എന്നാണ്. അല്ലെങ്കിൽ ഇവിടെ കാണും. ഇതെന്താണ് ഭാഗത്ത് പറഞ്ഞത്? ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ശിമിയോനെ കുറിച്ച് കാണാം. യെരൂശലേമിൽ ശിമിയോ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാൻ, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവന്. ശിമയോൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിന് കാത്തിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ പേരുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന ദൈവഭയത്തിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടിരുന്നപ്പോൾ അവനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ.
ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ കണ്ടുവല്ലോ എന്ന് അവൻ ശിമയോൻ പറയുക. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവോളും യേശുവിന്റെ ആശ്വാസനായി കാത്തിരുന്ന ശിമയോൻ കയ്യിൽ യേശുവിനെ വാങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവരാജ്യം അവന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവരാജ്യത്തിന് പോവാ. എന്നിട്ട് വാചനം വായിക്കുന്നുണ്ടല്ല, ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിഷ്യന്മാർ അവരെ ശിമയോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേൽ പ്രഭു ആമെ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിലുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു പ്രവചനം കൂടെ നടത്തി യേശുവിന്റെ മരണത്തെക്കുറിച്ച്. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി വാൾ കടക്കും. അതാണ് ശിമയോന്റെ പ്രവചനത്തിൽ. ആ പ്രവചനമാണ് യേശു ക്രിസ്തുവിന്റെ വിനാപ്പുറത്ത് കുത്തിയായി. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അവിടെ സ്തോത്രം അവിടെ കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ 7 സംവത്സരം ഭർത്താവിനോട് കൂടെ കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നുള്ള ദൈവാലയം വിട്ട് പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴിയിൽ അവളും അടുത്തിയെന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പുകാരനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് ഈ ഹന്നയും പറഞ്ഞു. അപ്പം ശിമയോനും ഈ വയസ്സെന്നവളായി ഹന്നയും വീണ്ടെടുപ്പുകാരനെ കാത്തിരുന്നു. അവർ വീണ്ടെടുപ്പുകാരനെ കണ്ടു. അവർ ദൈവരാജ്യത്തിന്റെ മഹത്വം അനുഭവിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ സ്തോത്രം. വചനം പറയുന്നത് ഹല്ലേലൂയ ശിമയോൻ എന്ന ഭക്തൻ നീതിയും ദൈവഭക്തിയും ഉള്ളവനായി കാണപ്പെട്ടു. മാത്രമല്ല ഇസ്രായേലിൽ ആശ്വാസമനുമായി കാത്തിരുന്നു. നാമും നമ്മുടെ കർത്താവിന്റെ രാജ്യം വരുന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരായി തീരണം. ഹന്ന പ്രവാചിയും വയസ്സ് ചെന്നവളായ യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്നത് പോലെ നാം ദൈവത്തിന്റെ വരവിനായി കർത്താവായ യേശുവിന്റെ രാജ്യത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ശിമയോനെ പോലെ ഹന്ന എന്ന പ്രവാചിയെ പോലെ നമ്മളായി വരണം. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ സ്നാപകൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഇന്ന് സ്വർഗരാജ്യം എത്രയധികം സമീപിച്ചിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ സാത്താന്റെ രാജ്യത്തിന് അന്ത്യം വരുത്തും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കയ്യാൽ പറിച്ചെടുക്കുവാൻ സാധിക്കാത്ത കല്ലാകുന്ന യേശു ക്രിസ്തു വരുമ്പോൾ ലോക സാമ്രാജ്യങ്ങൾ സ്വതന്ത്രമായി മാറും. ഹല്ലേലൂയ സ്തോത്രം. അതെ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് യോഹന്നാൻ പ്രവചിച്ചു, സുവിശേഷം വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. മത്തായി 3 വായിച്ച ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിപ്പിക്കുന്ന യോഹന്നാൻ സ്നാപകൻ അതെ കൈകൊണ്ട് പറിച്ചു കളയാൻ കഴിയാത്ത കല്ലായ ക്രിസ്തു. ഹല്ലേലൂയ. ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചുവാൻ വരുമ്പോൾ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വരുമ്പോൾ സകല രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരുടെ കരത്തിന് കീഴിലായിരിക്കും. ദൈവരാജ്യത്തിന്റെ അനുഭവം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. കാത്തിരിക്കണം കർത്താവിന്റെ വരവിനായി. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്ക് കാത്തിരിക്കാൻ കഴിയുമോ? നിന്റെ പ്രാർത്ഥന ജൽപ്പനം നിനക്കും നിന്റെ കുടുംബവും ഞാനും എന്റെ മക്കളും ഉള്ള ചിന്താഗതി മാറ്റിവെച്ച ആത്മഭാരത്തോടെ നീ വാ. ആത്മഭാരത്തോടെ ദൈവത്തിനെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാകും, ഐശ്വര്യമായി മാറും. ഹല്ലേലൂയ. അപ്പം ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ എത്രയെന്ന് 1 കൊരിന്ത്യർ 4:20 ബലം ഉയരത്തിൽ വരുന്ന ബലമാകുന്നു ലൂക്കോസ് 24:49 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 1:8 എന്ന് കാണാൻ കഴിയും. അപ്പം കർത്താവിന്റെ രാജ്യം ഭൂമി സ്ഥാപിക്കുമ്പോൾ ആ ബലത്താൽ മാത്രമേ നിങ്ങൾക്ക് ഉയർന്നു നിൽക്കുവാൻ കഴിയുള്ളൂ. അല്ലെ, നിന്റെ രാജ്യം വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കർത്താവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുവാൻ വേണ്ടി നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടണം. നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കർത്താവിന്റെ രാജ്യത്തിന്റെ അനുഭവം നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനയെ സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നിങ്ങൾ ദൈവത്തിന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവരാജ്യത്തിന് മഹത്വം ഇറങ്ങി വരും. അല്ലാത്ത പ്രാർത്ഥനയിലും ജൽപ്പനമാണ്. അല്ലാത്ത പ്രാർത്ഥനയെല്ലാം അല്ലെങ്കിൽ സ്വാർത്ഥത്തിൽ നിന്ന് സ്വയത്തിൽ നിന്ന് ജഡത്തിൽ നിന്നുള്ളതാണ്.
വീണ്ടെടുക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്കകത്താണ് ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. സാത്താന്റെ അധികാര ശക്തികളെ എതിർത്ത് നിൽക്കുവാൻ, ഹല്ലേലൂയ, സാത്താനെ തോൽപ്പിക്കുവാൻ, അവന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്കകത്ത് അധികാരമുണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം, ഹല്ലേലൂയ, 20-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം, ഹല്ലേലൂയ, നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് സ്പഷ്ടം. യേശു പറയാണ്, ഞാൻ, അല്ലേ സ്തോത്രം, യേശു പറയുകയാണല്ലേ, എന്താണ്, ഞാൻ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കും. ഭൂതങ്ങളെ പുറത്താക്കാനുള്ള ശക്തി ദൈവത്തിൽ നിന്നാണ്. യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ ദൈവരാജ്യം ഭൂമി വന്നു. അതെ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയിൽ അധികാരങ്ങൾ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ ദൈവരാജ്യം വെളിപ്പെടുകയാണ്. ആത്മീയ മർമ്മങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്നും ഇങ്ങനെ സ്വർഗസ്നായ ചൊല്ലിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പിന്നെ താഴത്തെ 2-ാമത്തെ ഭാഗം ചൊല്ലിക്കൊണ്ടിരിക്കും. മടങ്ങുക, മാനസാന്തരപ്പെടുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഷ്ടങ്ങളും പ്രയാസവും ദുരിത ദുഃഖങ്ങൾ നൽകി കണ്ണുനീരിൽ കടന്നു പോകുന്ന സ്വഭാവി, നീ പ്രാർത്ഥനയിലേക്ക് ആത്മഭാവമുള്ള പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കി അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ, യേശു പഠിപ്പിച്ചതുപോലെ നീ ദൈവത്തിലേക്ക് പറഞ്ഞ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി ഭാരതത്തിൽ 800 കോടി ജനങ്ങൾ, അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, ക്രമസമാധാന പാലകർ, രാഷ്ട്രതലവന്മാർ, സ്കൂളിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകലജരെയും ഞാൻ കർത്താവ് ശേഷത്തിലും ബാല്യകൗമാരി യൗവനത്തിലും വാർന്നിൽ ആനുഭവത്തിൽ ആശന യാച ഓർഫണ ചോട്ടൻ തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പാപത്തിലും ശാപത്തിലും രോഗത്തിലും പാരമ്പര്യത്തിലും ബന്ധനത്തിലും സാത്താന്റെ തന്ത്രങ്ങൾ, സാത്താനി ആരാധന, ഓൺലൈൻ സാത്താനിയാദ്യം കുടുങ്ങിക്കിടക്കുന്ന മദ്യത്തിനും മയക്കിനും പാൻസ് ലഹരിക്ക് വഴിപ്പെട്ട എല്ലാ ജഡിക ചൂതാട്ടങ്ങളിലും എല്ലാ കുലപാതക മോഷണം, പിടിച്ചുവരി, കഴിഞ്ഞത് അഴിമതി, രാഷ്ട്രീയ അധികാരങ്ങൾ, കർത്താവ് ദാഹിയായിരിക്കുന്ന അനവധി ആളുകൾ, ഇവിടുത്തെ ഭരണപ്രദേശ പാർട്ടികളടക്കം, ഇവിടുത്തെ മത നേതാക്കന്മാരടക്കം, തീവ്രവാദി ഭീകര വർഗീയവാദികൾക്ക് മാനസാന്തരം മടങ്ങി വന്ന് ആത്മാവിൽ നിറയപ്പെട്ട് വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ സഹോദര വർഗങ്ങളുടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവരാജ്യത്തിന്റെ മഹത്വം അനുഭവിച്ചറിയുന്ന അനുഭവത്തിലേക്ക് ജനം മടങ്ങി. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് മാനസാന്തരം കൊടുക്കണമേ. ജന്മനമല്ല, ജഡത്തിന്റെ നല്ല പ്രാർത്ഥന, ആത്മാവിൻ്റെതാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാലവർഷം കർത്താവി പെയ്തിറങ്ങുന്ന കേരളത്തെ സൂക്ഷിക്കണമേ. ഭരണാധികാരിമാർക്ക്, കേരളത്തിന്റെ ഭരണദേശ പാർട്ടികൾക്ക് ജനത്തിന്റെ വിഷയങ്ങൾക്കകത്ത് ഇടപെടുവാൻ എല്ലാ സമയം അവർക്ക് നിരമ്പൂരാണ്. അവർക്ക് അതാണ് പ്രശ്നം. അവർക്ക് അധികാരമാണ്, സ്ഥാനമാനങ്ങളാണ്, വാശിയാണ്, വൈരാഗ്യമാണ്, കുതന്ത്രങ്ങളാണ്. ഇന്നൊക്കെ കർത്താവെ രക്ഷിക്കുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ദൈവമക്കളെ ആത്മാവിൽ നിറയ്ക്കണമേ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ കൃപ നൽകണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.